Hey everyone, welcome back to the channel. ഇന്ന് നമ്മൾ ഒരു ഫ്രണ്ടിന് വേണ്ടി ഒരു PC ബിൽഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 60,000 rupees ആണ്. അതായത് ഇൻക്ലൂഡിംഗ് മോണിറ്റർ, UPS എല്ലാം കൂടിയുള്ള ഒരു ബഡ്ജറ്റാണ്. അപ്പോൾ ഇതൊരു ഗെയിമിംഗ് PC അല്ല, പക്ഷേ ആക്ച്വലി ഫ്യൂച്ചർ പ്രൂഫ് റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഗ്രാഫിക്സ് കാർഡ് ഇടുന്നില്ല ഗെയിമിങ്ങിൻ്റെ, പക്ഷേ ഫ്യൂച്ചറിൽ നമ്മൾ എന്തായാലും ഒരു ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു രീതിയിലുള്ള കുറച്ചൊരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു PC തന്നെയാണ് നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഈ കോമ്പണൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഒന്ന് നോക്കാം. ആദ്യം ഗിഗാബൈറ്റിന്റെ B450MDS3H വൈഫൈ മദർ ബോർഡാണ്. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വൈഫൈയും ബ്ലൂടൂത്തും ഒക്കെ ബോർഡിൽ തന്നെ വരുന്നുണ്ട്. B450 AMD പ്രോസസ്സർ ഉപയോഗിക്കാൻ പറ്റുന്ന AM4 സോക്കറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മദർ ബോർഡ് തന്നെയാണ് ഗിഗാബൈറ്റിൻ്റെത്. ഇതാണ് നമുക്കൊരു പ്രൈസ് റേഞ്ചിൽ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. B550 അല്ലേ PCI 5 എക്സ്പ്രസ് വെച്ചിട്ട് നല്ലത് എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളൊരു ബഡ്ജറ്റിൽ നിർത്താൻ വേണ്ടിയും ബാക്കിയുള്ള കോമ്പണൻസ് കുറച്ചും കൂടെ നല്ല ഒരു റിലയബിളും നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 450M ഒരു B450 മദർ ബോർഡ് എടുത്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് നമ്മൾ പ്രോസസ്സർ എന്ന് പറയുന്നത് AMDയുടെ 4300G പ്രോസസ്സറാണ് നമ്മൾ ഇപ്രാവശ്യം നോക്കുന്നത്. അപ്പോൾ ഇത് AM4 സോക്കറ്റാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ തന്നെ പോകും. ഗെയിമിംഗ് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് വെക്കാത്തത് കൊണ്ട് ഇതിൽ AMDൻ്റെ റേഡിയോൺ ഗ്രാഫിക്സ്, വെഗ ഗ്രാഫിക്സ് ഇതിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്. പിന്നെ നമ്മൾ ഹാർഡ് ഡിസ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്രൂഷ്യലിൻ്റെ 1TB NVMe SSD സ്റ്റോറേജ് ആണ്. P3+ NVMe SSD സ്റ്റോറേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ G-Skill റിബ്ജോസ് 5ൻ്റെ 2 8GB റാമാണ്, 3200 MHz. ഭയങ്കര ഹൈ സ്പീഡൊന്നും അല്ല, പക്ഷേ എങ്കിലും നമ്മൾ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു റിലയബിൾ ആയിട്ട് ഒരു റാമാണ്. പിന്നെ നമ്മൾ പവർ യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കോർസെയറിൻ്റെ CX 550 വാട്ട് PSU ആണ്. കുറച്ച് ഒരു ഫ്യൂച്ചറിലുള്ള ഒരു അപ്ഗ്രേഡബിലിറ്റിയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടുതൽ സാധനങ്ങൾ നമ്മൾ കോമ്പണൻസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗ്രാഫിക്സ് കാർഡൊക്കെ ഒരു ചെറിയ GTX 1660 Ti അങ്ങനെ എന്തെങ്കിലും ഒരു കാർഡൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും കൂടി താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോൺ മോഡ്യുലാർ PSU ആണ് നമ്മൾ ഇപ്രാവശ്യം പവർ യൂണിറ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ. പിന്നെ കേസ് നമ്മൾ എടുത്തിരിക്കുന്നത് ആക്ച്വലി കുറച്ചൊരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു കേസാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു ബഡ്ജറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആൻഡ് സ്പോർട്സിൻ്റെ 205 6F മിനി എന്ന് പറഞ്ഞൊരു കേസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫ്രാക്ടൽ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ നല്ല രസമുള്ളൊരു വുഡൻ ഇങ്ങനത്തെ ഒരു മെഷ് ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് കോപ്പി അടിച്ചിട്ടുള്ള ഒരു മോഡലാണ് ആൻറ്റി സ്പോർട്സ് ഇറക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ സൈഡ് ഗ്ലാസ് ടെമ്പേർഡ് ആണ്. നിങ്ങൾക്ക് കാണുന്നത് പോലെ നമ്മളെ ബിൽഡൊക്കെ നന്നായിട്ട് ഷോക്കേസ് ചെയ്യാനും ഇതിൽ കൂടെ കാണാനും സാധിക്കും. പിന്നെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ കേസിൻ്റെത്, ഇത് അഡ്രസ്സബിൾ RGB ARGB കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ മദർ ബോർഡിൽ നമുക്ക് ARGB ഹെഡറിലേക്ക് കുത്തിയിട്ട് നമുക്ക് മദർ ബോർഡ് വെച്ചിട്ട് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ കീബോർഡായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ലോജിടെക്കിൻ്റെ ഒരു കോംബോ കീബോർഡാണ്. MK35 വയർലെസ് കീബോർഡും മൗസും ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ലൊരു ബാക്കപ്പ് UPS APCൻ്റെ ഈ ഒരു UPSും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ മോണിറ്ററായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് LGൻ്റെ അൾട്രാ ഗിയർ 27 ഇഞ്ച് മോണിറ്ററാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ കോമ്പണൻസ് ഒക്കെ കണ്ടല്ലോ. നമുക്ക് എന്തായാലും PC അസംബിൾ ചെയ്യുന്ന ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം.